ഹായ് ഓൾ, ഞാനിങ്ങനെ കാര്യമായിട്ട് ഒരുങ്ങി എങ്ങോട്ടാണ് പോകണമെന്നറിയാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും UK വള്ളംകളിയൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഷെഫീൽഡിൽ വെച്ചാണ് വള്ളംകളി. അന്നേരം ഞാനോർത്ത് ഒരു ദിവസം എന്നായാലും ലീവൊക്കെ എടുത്ത് കാര്യമായിട്ട് വള്ളംകളി കാണാൻ പോവാം. ഇനി അവിടെ ചെന്നിട്ട് അത് വേർത്തായില്ലെങ്കിലോ, കാരണം ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണേ. സോ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ പീക്ക് ഡിസ്ട്രിക്റ്റ് വഴിയാണ് പോണേ, എങ്കിൽ അവിടെയൊക്കെ ഒന്ന് കയറി ഒന്ന് കറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതൊന്ന് വെർത്താക്കിയിട്ട് പോകാമെന്ന് വെച്ചേ. അങ്ങനെയാണ് പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയത്. ഞങ്ങളിത് ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഈ മലയിൽ നിൽക്കുന്ന ഈ ചെറിയ ചെറിയ സാധനം കണ്ടോ, ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ നീലക്കുറിഞ്ഞൊക്കെ പൂത്ത് നിൽക്കൂലേ, അതുപോലെ നിൽക്കുന്നൊരു സംഭവമാണ് അത്. പക്ഷേ എന്തോ ഞാൻ അതിൻ്റെ ആ വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ഫോണിൻ്റെ എന്തോ പ്രശ്നമാണോ, എല്ലാം ഒരുമാതിരി കരിഞ്ഞു പോലെ ഇരിക്കുന്നു. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടേസ്റ്റ് ഓഫ് അടുക്കളയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടാട്ടോ പോയത്. കാരണം അവിടെ ചെല്ലുമ്പോൾ നല്ല വെയിലാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇരിക്കാനും സ്ഥലമില്ല, നമ്മൾ ലേക്കിലാണല്ലോ പോണേ. സോ കംപ്ലീറ്റ്ലി അവിടെ ഫുള്ള് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നമുക്കൊരു ബെറ്റർ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം പോകുന്നതാണ്. ഞങ്ങൾ ചെന്നൊരു 2 മത്സരം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും വേണ്ടില്ല, നമുക്ക് പോയി അവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ, എന്താ സംഭവം എന്ന് കാണാം. കാരണം ഇതുവരെ വള്ളംകളി കാണാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കാര്യമായിട്ട് ചെന്നതാണ് കേട്ടോ. ഞങ്ങൾ ചെന്നു, 2 ടീംസിൻ്റെ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര പോരാട്ടോ. കാരണം ഞാൻ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വള്ളമൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷെ അത്രയൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അവിടുത്തെ വള്ളം കളി കാണാനാണേലും, അത് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ സ്റ്റാളുകളാണേലും, ഫുഡിൻ്റെ സ്റ്റാളും, അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ നാട്ടിലെ ഒരു പള്ളിപ്പെരുന്നാൾ കൂടുന്ന ഒരു ഫീലാട്ടോ എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. കാരണം ഒത്തിരി മലയാളീസ്, ഞാൻ ഇതുവരെ അത്രയും മലയാളീസിനെ ഒന്നിച്ച് UK കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത്രയും മലയാളീസ് ഉണ്ടായിരുന്നേ. ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ കൂടെ കുറേ സ്റ്റേജ് ഷോസ് ഉണ്ടായിരുന്നു. ഈ പെട്ടിക്കട കണ്ടോ, ഇതാട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ പെട്ടിക്കട കാണല്ലേ, ആ ഒരു ഫീലായിരുന്നേ. സോ അതുപോലെ തന്നെ അന്നമോക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടിക്കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ £5 കൊടുത്ത് എന്തെങ്കിലും വാങ്ങിയെന്ന് വെക്കാം. സോ അവരൊരു ആദ്യം ഒരു ഗെയിം തരും. ആ ഗെയിമിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോയ് നമുക്ക് തരുന്ന രീതിയിൽ. അത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിരുന്ന നമ്മളുടെ മീശ കണ്ടോ, ഇത്രയും നേരം കയ്യിലിരുന്ന് മടുത്തോണ്ടാന്ന് തോന്നുന്നു. പുള്ളിക്കാരി അങ്ങ് ഇറങ്ങി നടക്കാനുള്ളൊരു സൗകര്യം കിട്ടിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് നടപ്പായിരുന്നേ. എന്ത് ചെയ്താൽ കയറുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.